മുൻമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധം അത് വധശ്രമമാണ് എന്ന വലിയ ചർച്ച, രാഷ്ട്രീയ വിവാദം നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് കേട്ടതാണ്. ഇപ്പോഴത്തെ വീണ ജോർജിനെതിരെ കണ്ണൂരിൽ നടന്ന കരിങ്കൊടി പ്രതിഷേധത്തിൽ CPM ആരോപണം തള്ളുകയാണ് കുറ്റപത്രത്തിൽ പോലീസ്. വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചതല്ല, സാധാരണ പ്രതിഷേധം മാത്രമാണ് അവിടെ നടന്നത് എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഹൈക്കോടതിയിൽ ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് അന്തിമ കുറ്റപത്രം ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. എനിക്കിതുവഴി നടക്കണ്ടേ? ഞാനിത് കായികമായി നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ്. അങ്ങനെയാണ് മന്ത്രി വിചാരിക്കുന്നത്. അല്ല, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നിട്ട് എന്റെ ശരീരം നന്നായിട്ട് വേദനിക്കുന്നുള്ളൂ. എന്റെ റെസ്പോൺസ് അതിനോടാണ്. ഇത് വളരെ ക്ലിയർ ഇന്റൻഷനോടുകൂടി എന്നെ ഉപദ്രവിക്കണം എന്നുള്ള ഇന്റൻഷനോടും ആക്രമിക്കണം എന്നുള്ള ഇന്റൻഷനോടും കൂടിയാണ് വന്നത്. എനിക്ക് കഴുത്തിലുണ്ട്, കൈകളിലുണ്ട്. എന്റെ കഴുത്തില് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. CK വിജയൻ വിവരങ്ങളുമായി നോക്കുന്നുണ്ട്. വിജയൻ, ഇപ്പോൾ പച്ചവെള്ളം ചവച്ചു കുടിക്കുക എന്നൊക്കെ പറയുന്ന പോലെയാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ. പല ചേരിയിലേക്ക് ആളുകൾ അവിടെയും ഇവിടെയും മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉന്നയിക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ ഘട്ടമാണ്, യാഥാർത്ഥ്യബോധത്തിലേക്ക് എല്ലാവരും എത്തുന്ന സമയവുമാണ്. ഈ സംഭവത്തിൽ എന്തുണ്ടായി? ഇപ്പോൾ ഈ കണ്ണൂരിൽ നടന്ന കരിങ്കൊടി പ്രതിഷേധം സാധാരണമായ ഒരു പ്രതിഷേധം മാത്രമാണ്, അല്ല മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചതല്ല എന്ന് പോലീസ് കുറ്റപത്രം നൽകിയ സാഹചര്യം എന്താണ്? രതീഷ്, അന്നത്തെ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഓർമ്മയുണ്ട്. എന്താണെന്ന് സംഭവിച്ചത് എന്ന് ഓരോ ആളുടെ മനസ്സിലുമുണ്ട്. കാരണം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ആ പരിസരത്ത് വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. AN ഷംസീർ ഉൾപ്പെടെയുള്ള ചില നേതാക്കന്മാർ കൂടി ഒപ്പം ഉണ്ടായിട്ടുണ്ട്. വീണ ജോർജിന് യഥാർത്ഥത്തിൽ അവിടെ ഒരു കരിങ്കൊടി പ്രകടനമാണ്, അല്ലെങ്കിൽ കരിങ്കൊടി പ്രതിഷേധമാണ് KSUക്കാർ നടത്തിയത്. പക്ഷെ പിന്നീട് അത് വലിയ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. വീണ ജോർജിൻ്റെ കഴുത്തിന് ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചു, കൊല്ലാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള വകുപ്പുകളെ ചേർത്താണ് പിന്നീട് ആ കേസ് മുന്നോട്ട് പോയത്. അറസ്റ്റ് ചെയ്യപ്പെട്ട KSU നേതാക്കൾക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ശിക്ഷ, അല്ലെങ്കിൽ ജയിൽവാസവും ജാമ്യമില്ലാത്ത പ്രശ്നങ്ങളെല്ലാം തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ പശ്ചാത്തലം. പിന്നീട് MV ജയരാജൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള CPMൻ്റെ നേതാക്കളെല്ലാം തന്നെ അതിനെ എത്രമാത്രം പൊലിപ്പിച്ചാണ് അവതരിപ്പിച്ചത് എന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ റിപ്പോർട്ട് കൊടുക്കുമ്പോഴേക്കും ആ സംഭവങ്ങളൊന്നും തന്നെ അതിനകത്തില്ല, ആ ഗൗരവം ഒന്നും തന്നെ അതിനകത്തില്ല. വധിക്കാൻ ശ്രമിച്ചതിന് ഏതെങ്കിലും രീതിയിൽ തെളിവില്ല. വീണ ജോർജ് എന്ന് പറയുന്ന അന്നത്തെ മന്ത്രിയുടെ കഴുത്ത് പിടിച്ച് തിരിച്ചു എന്ന് പറയുന്നതിന് ഏതെങ്കിലും രീതിയിൽ തെളിവുകളോ സാക്ഷികളോ ഡിജിറ്റൽ എവിഡൻസോ അല്ലെങ്കിൽ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫലത്തിൽ ഒരു സാധാരണ പ്രതിഷേധമായി മാത്രമാണ് ഇപ്പോൾ പോലീസ് ഹൈക്കോടതിയിൽ ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്, കുറ്റപത്രം കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ രണ്ടാമത്തെ കാര്യം, ഇനി ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട KSUവിൻ്റെ നേതാക്കൾ ഇതിനെതിരെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും എന്നതാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ MLA TO മോഹൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അതിന് പങ്കെടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്ന വിഷയം അതല്ല. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ വിഷയത്തെ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് നേരെ തിരിച്ചുവിടാൻ കഴിയുക എന്നതിൽ CPM നടത്തിയിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ചാണ്. കാരണം ഒരു ആയുധം കിട്ടിക്കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി എങ്ങനെ തിരിച്ചു ഉപയോഗിക്കാം എന്നതിന് ഇതിൽ കൂടുതൽ ഒരു തെളിവ് ആവശ്യമില്ല. കാരണം അത്ര രൂക്ഷമായ ആയുധം കിട്ടിയാൽ അതിനെങ്ങനെ തിരിച്ചുപയോഗിക്കാം എന്നതാണ്. ഇരുതല മൂർച്ചയുള്ള വാൾ എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഒരു ആരോപണത്തിന് രണ്ട് വശങ്ങളുണ്ട്. അതിന് ഏത് നിലയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നതിൻ്റെ കൂടി തെളിവാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ വധശ്രമ ആരോപണം. ഇത് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം. ഇത് അങ്ങനെയല്ല, വധശ്രമമാണ് എങ്കിൽ അടുത്ത നിയമ നടപടി ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള CPMൻ്റെ LDFൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് എന്നൊരു ചോദ്യം കൂടിയുണ്ട്.